പോപ്പിനെ അനുസരിക്കാത്തവർക്ക് മറ്റുള്ളവരെ അനുസരണ പഠിപ്പിക്കാൻ എന്തർഹത? മഞ്ഞളിയച്ഛനെ പോലെയുള്ള ധ്യാനഗുരുക്കൾ ആദ്യം അനുസരണാശീലം പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതല്ലേ ഉചിതം? സഭാതർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് തീരുമാനങ്ങളും സമവായങ്ങളും വിമതപക്ഷം തള്ളിയതോടെ വിവിധ പള്ളികളിൽ സംഘർഷമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാലടി മറ്റൂർ പള്ളിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകീകൃത കുർബാന പെട്ടെന്ന് നിർത്തലാക്കിയതിന്റെ കാരണം അന്വേഷിക്കാൻ ചെന്നവരോട് വികാരി പ്രകോപനപരമായി സംസാരിക്കുകയും ഉന്തിലും തള്ളിലും വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒടുവിൽ പോലീസ് കേസ് വരെയായി. പ്രശസ്ത ധ്യാനഗുരു കൂടിയായ വൈദികൻ മഞ്ഞളി അച്ഛനാണ് എതിർഭാഗത്ത്. അദ്ദേഹം ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എല്ലാ കാര്യത്തിലും അഭിപ്രായവും പാണ്ഡിത്യമുള്ളയാളുമായിരുന്നു. പല പ്രസംഗങ്ങളും കത്തോലിക്ക വിശ്വാസികളെ മാത്രമല്ല പൊതുസമൂഹത്തെ പോലും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അച്ഛനെ കുറിച്ച് വളരെ മോശമായ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളുമാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടത് ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നത് കാണുമ്പോൾ പല സംശയങ്ങളും വേദനയുമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. കാരണം പൊതുസമൂഹം കണ്ടിട്ടുള്ള അച്ഛന്റെ മുഖം ഇങ്ങനെയൊന്നായിരുന്നില്ല. അച്ഛനെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് ഇന്നലെ നടന്ന വിമത പ്രതിഷേധ യോഗത്തിൽ ഇടവകയിൽ നിന്നും പങ്കെടുത്തത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. അതിൽ നിന്നും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതേ രീതിയിൽ തന്നെ അങ്കമാലിയിലെ കറുകുറ്റി, ആലുവ, ചുണങ്ങുംവേലി പള്ളികളിലും സഭാവിശ്വാസികളെ ആക്രമിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരം വിമത ആക്രമണങ്ങൾ തുടരാനാണ് സാധ്യത. വിഷയങ്ങൾ പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിനാകണം. പക്ഷേ നിലവിലുള്ള ദുർബലമായ സഭാ നേതൃത്വത്തെ കൊണ്ട് അതിന് പറ്റുമോ എന്ന് കണ്ടറിയണം. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുക തന്നെ വേണം. ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം സംബന്ധിച്ച് പേപ്പൽ ഡെലിഗേറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും എറണാകുളത്തെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്. മാത്രമല്ല, കുർബാന തർക്കം കൂടാതെ മറ്റു ചില ഗുരുതര വിഷയങ്ങൾ കൂടി പൊന്തി വരുന്നത് മറയ്ക്കുന്നതിന് വേണ്ടിയാണിപ്പോൾ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നതെന്നാണ് വിവിധ സഭാനുകൂല സംഘടനകൾ ആരോപിക്കുന്നത്. ഏതായാലും മഞ്ഞളിയച്ഛനെ പോലെയുള്ള ധ്യാനഗുരുക്കൾ സഭയെയും സഭാ നേതൃത്വത്തെയും മാർപ്പാപ്പയെയും ഒക്കെ അനുസരിക്കാത്തവരാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുക സ്വാഭാവികം. ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ സാധിക്കുന്നുവെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്.